പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ഇതിനെ ശാന്തരജസ്, രജസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതിനെ ശാസ്ത്രത്തിൽ ഉപലക്ഷണം എന്ന് പറയും. അതായത് ഈ വറ്റിലെ തൈരുമുളകൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണക്കാനിടും. വെയിലത്ത് പായിലോ പരമ്പിലോ ഒക്കെ ഇടുന്ന സമയത്ത് അമ്മ വെളിയിൽ പോകുന്നു. അപ്പോൾ കുട്ടിയോട് പറയാ, ദാ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും, ഇവിടെ തന്നെ കാവലിരിക്കണം, ഒരു കാക്കയും ഇവിടെ വന്ന് ഒന്നും കൊത്തിക്കൊണ്ടു പോകരുത്. ശരി. 6 വയസ്സായ കുട്ടി പായയുടെ അടുത്ത് മുമ്പിൽ വീട്ടിലെ വരാന്തിൽ ഇങ്ങനെ ഇരിക്കുക. അമ്മ 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും പായ ഒന്നുമില്ല, എല്ലാം പോയിരിക്കുന്നു. ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഒരു കാക്കയും വന്ന് ഒരു കാക്കയും വന്ന് കൊത്തിയിട്ടില്ല. അനവധി മറ്റുള്ള പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കോട്ടെ. അതായത് ഇവിടെ ഉപലക്ഷണം എന്ന് വെച്ചാൽ ഒരു കാക്ക കൊത്തരുതെന്ന് വെച്ചാൽ ആരും കൊത്തരുത്, താനും എടുക്കരുത് അർത്ഥം. അതാണ് കാക്ക മാത്രമല്ല, കുട്ടി അനുസരിക്കുന്നു, പക്ഷെ അത് വിവേകപൂർവം അനുസരിക്കണം എന്നർത്ഥം. അതുപോലെ ഇവിടെ ശാന്തരജസം എന്ന് വെച്ചാൽ ശാന്തതമസം ശാന്തരജസം എന്നർത്ഥം. രജസം തമസ്സും കുറയുന്നു. രജസും തമസ്സും കുറയുന്നതായിട്ടുള്ള സമയത്ത് സാത്വികമായിട്ടുള്ള വൃത്തികൾക്ക് ഏറ്റവും കൂടുതൽ തീവ്രതയുണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും മനസ്സ് സാത്വികമാവുമ്പോൾ ബ്രഹ്മഭൂതമകൽമഷം, നാം സ്വയം ഈശ്വര സ്വരൂപമാണെന്ന് ബോധ്യമാവുന്നു. കൽമഷം മാലിന്യങ്ങൾ, അകൽമഷം എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളും എന്നേക്കുമായി പോകുന്നു എന്നർത്ഥം. മാലിന്യം എന്ന് വെച്ചാൽ അനവധി ജന്മങ്ങൾക്കുള്ള സാധ്യത എന്നർത്ഥം. വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ ജനിക്കുന്നതിനുള്ളതായിട്ടുള്ള സാധ്യതയാണ് കൽമഷം അഥവാ വാസന പൂർവാർജിതം എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ജനിച്ചു വരുമ്പോഴേക്കും നമ്മളെ കുളിപ്പിക്കുന്നത്. കൽമഷം വീണ്ടും വേറെ ജന്മത്തിലോട്ട് വീണ്ടും നാം കുളിക്കണം, വീണ്ടും കുളിക്കണം. അതായത് മാലിന്യം എന്നർത്ഥം. അപ്പോൾ ഈ ധ്യാനത്തിൽ മനസ്സിനെ നിയന്ത്രിച്ച് രജസ്സിനെ കുറച്ചു കൊണ്ടുവന്ന് വിചാരങ്ങളുടെ പ്രവാഹത്തെ കുറച്ചു വിടുന്നതായിട്ടുള്ള ഒരു സാധകൻ ക്രമേണ ഉത്തമമായിട്ടുള്ള സുഖം അവനെ സമാശ്ലേഷിക്കുന്നു. ഇവിടെ വെച്ചു തന്നെ, ഇപ്പോൾ ഈ ശരീരത്തിൽ വെച്ചു തന്നെ അവൻ പരമമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. അതായത് വേദാന്ത ശാസ്ത്രം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള മാർഗം ഇവിടെ വെച്ചുള്ള ലക്ഷ്യപ്രാപ്തിയാണ്. മരണാനന്തരത്തെ കുറിച്ചിട്ടുള്ള ചിന്തയല്ല, മരണത്തിനു മുമ്പുള്ളതായ സ്ഥിതി.
മരണത്തിനു മുമ്പേ തന്നെ മരണത്തിന് അതീതമാവുക. ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ശരീര സംബന്ധമായിട്ടുള്ള സമസ്ത വിധത്തിലുള്ള പരിമിതികളിൽ നിന്നും ഉയരുക. അതിനിവിടെ ഒരു മാർഗമുണ്ട്, ഒരു രീതിയുണ്ട്. അത് നാം പരീക്ഷിച്ചാൽ നമുക്കും അതിൽ വിജയം വരാം എന്നർത്ഥം. ഈ 5-ാം അധ്യായത്തിൽ തന്നെ പറയുണ്ടായി, ഇഹൈവ തൈർജിത സർഗ. ഇവിടെ വെച്ച് തന്നെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ സൃഷ്ടിയുടെ എല്ലാ നിയമങ്ങളെയും അതിക്രമിക്കുന്നു എന്ന്. ഇതിനെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ മുക്തനാവുന്നു. എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മുക്തനായി, മനസ്സത്യന്തം ശുദ്ധമായി, മറ്റേ ശാന്തരജസനായി അത്യുത്തമമായിട്ടുള്ള സുഖത്തെ ഈ ജന്മത്തിൽ ഇവിടെ വെച്ച് അവൻ അനുഭവിക്കുന്നു എന്ന് പറയാം. തുടർന്ന് വീണ്ടും അടുത്ത ശ്ലോകം. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം യുഗേന ബ്രഹ്മ സംസ്പർശഃ അത്യന്തം സുഖമശ്നുതേ യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ യുഞ്ജന്നേവം സദാത്മാനം. സദാ എന്നുള്ള വാക്ക് ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് വെളിയിൽ എവിടെയും മനസ്സ് വ്യതിചലിക്കാതെ, ഏവം യുഞ്ജൻ, അതായത് ഈ നിർദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള ക്രമത്തിൽ തന്നെ സദാ ആത്മാനം, നമ്മളുടെ ഈ അഹങ്കാരത്തെ, ഞാൻ എന്നതായിട്ടുള്ള അഹങ്കാരത്തെ യോഗി സാധകൻ പരമമായ തത്വവുമായി സംയോജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് യുഞ്ജന്നേവം. അദ്ദേഹവും ഞാനും ഒന്നാണ്. പ്രപഞ്ച കാരണവും ആ പ്രപഞ്ച കാരണത്തെ അന്വേഷിക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യനും ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ചിന്തയോടുകൂടെ മറ്റുള്ള ചിന്തകളൊന്നും അവനെ ആക്രമിക്കാതെ ആ ഭാവത്തിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ വിഗത കൽമഷ, അവന്റെ ഉള്ളിലുള്ള സമസ്ത മാലിന്യങ്ങളും ഇല്ലാതാവുന്നു. കൽമഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പൂർവാർജിതമായിട്ടുള്ള വാസനകളാണ്. നമ്മൾ ഓരോരുത്തർക്കും അത് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയുകയില്ല. അത് അവ്യക്തമാണ്. ഒരു കാര്യം വ്യക്തം, ഓരോരുത്തർക്കും ടണ്ണു കണക്കിനുണ്ട്. അത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണെന്ന് മാത്രം. പക്വമാവുമ്പോൾ അത് ഓരോന്നായിട്ട് വെളിയിലോട്ട് വരുന്നു. ഇവിടെ വെച്ച് തന്നെ ഏതോതൊക്കെ അനുഭവങ്ങൾ നമുക്ക് അതാത് കാലങ്ങളിൽ വരുന്നു. അതായത് ആ സമയം വരുമ്പോൾ അല്ലാതെ ആ അനുഭവം വ്യക്തമാവുന്നില്ല. ചിലത് 60 വർഷത്തിന് ശേഷമാണ്, ചിലത് 70 വർഷത്തിന് ശേഷമാണ്. അപ്പൊ അത്രയും കാലം അത് നമ്മെ സ്പർശിക്കുന്നേ ഇല്ല. പക്ഷെ ആ സമയം വരുമ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ചില പ്രതിബന്ധങ്ങൾ, ചില രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ആ തരത്തിലുള്ളതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവാതെ നിവൃത്തിയില്ല എന്ന്. അത് ഈ ശരീരം അനുഭവിക്കേണ്ടതാണ്. അത് ഒരിക്കലും നമ്മൾക്ക് മാറ്റിമറിക്കാൻ സാധ്യമല്ല. നമ്മൾ ശ്രമിച്ചാലും മാറാത്തതിനെയാണ്, നമ്മുടെ ശ്രമത്തിന്റെ ആധിക്യത്തിൽ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കാത്തതാണ് ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. ഈ ശ്രമം വളരെ പ്രധാനമാണ്. പലർക്കും ഒരു വിചാരമുണ്ട്, നേരത്തെ തന്നെ ചിലത് നിശ്ചയിച്ചുവെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ശ്രമിക്കണം? ശ്രമത്തിന് എന്തിനാണ് പ്രസക്തി? ശ്രമത്തിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുരോഗതി മനുഷ്യവംശത്തിന് മാത്രമേ ഉള്ളൂ. ശിലായുഗത്തിലെ മൃഗവും നൂതന യുഗത്തിലെ മൃഗവും ഒന്നാണ്. അവർ വസ്ത്രം ധരിക്കുകയോ സ്കൂളുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നും അന്നത്തെ പോലെ തന്നെ ഇന്നും പക്ഷിമൃഗാദികൾ ഒരു വ്യത്യാസവുമില്ല. പക്ഷെ അന്നത്തെ മനുഷ്യനല്ല ഇന്നത്തെ മനുഷ്യൻ. കാരണം അവന്റെ പ്രവൃത്തി
അവന്റെ വിവേകത്തെ അവന് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അവന്റെ വിവേകത്തെ ഉപയോഗിച്ചവൻ പ്രവർത്തിച്ചിട്ടും അവൻ കാര്യമാത്രമായി അവന്റെ ഊർജം വളരെയധികം ആസൂത്രണം ചെയ്തിട്ടും മാറ്റിമറിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, സാധിക്കാൻ ഒരിക്കലും പരിവർത്തനത്തിന് വിധേയമാക്കാത്തത്, അതാണ് ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. അത് നമ്മൾ ആദരിച്ചേ പറ്റൂ. നമ്മുടെ പരിശ്രമത്തിനും അതീതമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അതാണ് ഒരു പശുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കയർ എത്രത്തോളം നീളമുണ്ടോ ആ നീളത്തിൽ മാത്രമേ, ആ വൃത്തപരിധിയിൽ മാത്രമേ പശുവിന് സഞ്ചരിക്കാൻ പറ്റൂ. അത് മനുഷ്യനും അതുപോലൊരു പരിധിയുണ്ട്, അതിനപ്പുറം അവന് സാധ്യമല്ല. അതാദ്യം നാം മനസ്സിലാക്കണം. അവിടെയാണ് അദൃശ്യമായിട്ടുള്ള കരങ്ങളുടെ പ്രവർത്തനം നാം മനസ്സിലാക്കുന്നത്. നാം മാത്രമല്ല, നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരനന്തങ്ങളായ ശക്തികളുണ്ട് എന്നർത്ഥം. അതായത് വളരെ ശ്രദ്ധിക്കണം ഈ ഭാഗത്ത്. ഞാൻ പ്രവർത്തനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു നായിന്റെ ശരീരം അതിൻ്റെ പൂർവജന്മത്തിന്റെ ഫലമാണ്. എപ്രകാരമാണോ എൻ്റെ ഈ ശരീരം എൻ്റെ പൂർവജന്മത്തിന്റെ ഫലം എന്നതുപോലെ, പക്ഷേ ഘ്രാണിക്കാനുള്ള ശക്തി, മണക്കാനുള്ള ശക്തി നായ എന്ന ശരീരത്തിന്റെ പ്രത്യേകതയാണ്. നായയുടെ ശരീരം പൂർവജന്മഫലവും അതിനുള്ള പ്രത്യേക ശക്തി ആ ശരീരത്തിന്റെ സവിശേഷതയുമാണ്. മനുഷ്യ ശരീരം പൂർവജന്മഫലം തന്നെയാണ്. പക്ഷെ അതിനെ വേർതിരിച്ചറിയാനുള്ള കഴിവ്, വിവേചനം ചെയ്യാനുള്ള കഴിവ് ആ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. വിവേകം പൂർവജന്മഫലമല്ല. ഘ്രാണശക്തി പൂർവജന്മഫലമല്ല. ആ ബോഡിയുടെ ക്വാളിറ്റിയാണ്, അതിന്റെ ശക്തിയാണ്, അതിന്റെ സവിശേഷതയാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാറ്റിനും ഇവിടെ തന്നെ ന്യായീകരിക്കും. അങ്ങനെ സംഭവിക്കണമായിരുന്നു, സംഭവിക്കും, നമ്മൾ പ്രവർത്തിക്കുകയില്ല. വിവേചനം കൊണ്ട് നമ്മൾ പലതും നമുക്ക് സാധിക്കും. മുൻകൂട്ടി കാണാൻ, ആസൂത്രണം ചെയ്യാൻ, സുസംഘടിതമായിട്ടുള്ള രീതിയിൽ മുന്നേറുക, വൈകല്യങ്ങളെ മാറ്റുക, പ്രതിബന്ധങ്ങളെ മുൻകൂട്ടി കാണുക, ഇതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഈ കർമ്മത്തിന്റെ ഗതിയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് എന്നർത്ഥം. ശ്രീകൃഷ്ണൻ പരിശ്രമിച്ചു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി. പക്ഷേ കൃഷ്ണൻ ഒഴിവാക്കാൻ സാധിച്ചില്ല. കൃഷ്ണന്റെ ആ പരിശ്രമം വിജയിക്കാത്തത് നമ്മുടെ അനുഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും 21 ദിവസം, ഗീതായജ്ഞം ഉണ്ടാവില്ല, ഗീത ഉണ്ടാവില്ല. ഗീത ഉണ്ടെങ്കിലുള്ള ഗീതായജ്ഞം ഉണ്ടാവും. അതുകൊണ്ട് കൃഷ്ണന്റെ പരാജയവും ലോക അനുഗ്രഹമാണ് എന്ന്. നമ്മുടെ പ്രവർത്തനത്തിന്റെ പരാജയവും നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം അതാണ് നമുക്ക് അപ്പോൾ അനുഭവിക്കുവാനുള്ളത് എന്നർത്ഥം. അത് നീതിയുടെ പരമമായ വീക്ഷണത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാവൂ. അതല്ലാതെ സാധ്യമല്ല. അതല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾ തന്നെ ഉദ്ധരിക്കൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വിഗത കൽമഷക എന്ന് വെച്ചാൽ നമ്മുടെ വിവേചനം ഉപയോഗിച്ച് കഴിയുന്നത്ര നമ്മുടെ സ്വാർത്ഥതയെ കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. അപ്പോഴാണ് വിഗത കൽമഷനാവുന്നത്. നാം കൽമഷങ്ങൾ മുഴുവനും ആന്തരികമായി ആർജിച്ച പൂർവ്വവാസനകൾ മുഴുവനും ഇല്ലാതാവും. അപ്പോൾ സുഖേന ബ്രഹ്മസംസ്പർശം, സുഖേന ക്രമേണ എന്നർത്ഥം. അനായാസേന നാം ബ്രഹ്മമാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നു. ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. വീണ്ടും പരമമായിട്ടുള്ള അവാച്യമായ വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭൂതിയിൽ നാം എത്തിച്ചേരുന്നു എന്നാണ്. അത്യന്തം സുഖമശ്നുതേ പ്രാപ്നോതി എന്നർത്ഥം. നാം പ്രാപിക്കുന്നു, വിവരിക്കാൻ സാധിക്കുകയില്ല. അത് ആ സുഖം പിന്നെ നമ്മെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നർത്ഥം. അത് നമ്മളുടെ കൂടെയല്ല, നാം അതാണ് എന്നും നമ്മളുടെ സ്വരൂപമായി അത് എന്നേക്കുമായി സ്ഥിതി ചെയ്യുന്നു.
അത്യന്തം സുഖം. സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതി. അതിനാൽ പരമശിവനെ നാം എപ്പോഴും കാണുന്നത് ധ്യാനസ്ഥനായിട്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധാരമായി താൻ എന്നും ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും മഹാവിഷ്ണുവിന്റെ ഭാവം താൻ യോഗ നിദ്രയിലാണെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇത് മുഴുവനും തൻ്റെ ഉള്ളിൽ തന്നെ ആധാരമാക്കി സ്ഥിതി ചെയ്യുന്നു. താൻ എന്നും ആനന്ദ സ്വരൂപമാണ്. താൻ എന്നും എല്ലാറ്റിൻ്റെയും ആധാരമാണ്. തനിക്കൊരിക്കലും ഇല്ലാത്തതായ ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. അപ്പോൾ ധ്യാനത്തിനിരിക്കുന്നതായിട്ടുള്ള സാധകൻ സ്വഹൃദയത്തിൽ വാക്കുകളെ കൊണ്ടോ മനസ്സിനെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനന്തമായൊരു സൗഖ്യം അനുഭവിക്കുന്നു എന്നർത്ഥം. അതിപ്പോൾ ഇവിടെ ഈ ശരീരത്തിൽ വെച്ചാണ്. അങ്ങനെയുള്ള ആള് എപ്പോഴും അങ്ങനെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ധ്യാന സമയത്ത് അദ്ദേഹം അത് അനുഭവിക്കുന്നു. പിന്നീട് അദ്ദേഹം ലോകവുമായിട്ട് ബന്ധപ്പെടുമ്പോഴോ ആ അനുഭവത്തിന് ഹാനിയില്ല. പക്ഷെ ആ അനുഭവം ലോകത്തിൽ മുഴുവനും നിറയുന്നതായിട്ട് താൻ കാണുന്നു. അതായത് ധ്യാന സമയത്ത് പ്രപഞ്ചം മുഴുവനും തന്നിലിരിക്കുന്നതായി കാണുന്നു. പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ സുഖം പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു എന്നാണ്. അതിനാൽ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചൊരു മഹാപുരുഷൻ ഈ ലോകത്തിൽ എങ്ങനെ പ്രവർത്തിക്കും, ഏതു വിധത്തിലുള്ള വീക്ഷണത്തോടുകൂടെ പെരുമാറും എന്ന് വിവരിക്കുന്നതാണ് അടുത്ത ചില ശ്ലോകങ്ങൾ. അതായത് ധ്യാനാഭ്യാസം കഴിഞ്ഞു. ധ്യാനാഭ്യാസത്തിലൂടെ പരമമായിട്ടുള്ള ആനന്ദത്തെ സ്വഹൃദയത്തിൽ സാക്ഷാത്കരിച്ചതായിട്ടുള്ള അദ്ദേഹം പിന്നീട് ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതു വിധത്തിൽ ലോകത്തെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകം. വളരെ വളരെ പ്രധാനമാണ് ഈ ശ്ലോകങ്ങൾ. കാരണം ധ്യാനം ലക്ഷ്യമല്ല, മാർഗമാണ് എന്ന് സ്ഥാപിക്കുന്ന ശ്ലോകങ്ങളാണ് ഇത്.